ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. പൊന്ന് ഹൈസ്കൂളിലേക്ക് പാസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ 8ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണല്ലോ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ 7ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണ് ഹൈസ്കൂൾ. അപ്പം ഈ പ്രദേശത്തുള്ള എല്ലാ 6ാം ക്ലാസ്സിൽ പാസ്സായ എല്ലാ കുട്ടികളെയും ഓരോ സ്കൂളിനെയും വിളിച്ചു നിർത്തി അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. അതായത് കുട്ടികളെയും ആ ക്ലാസ്സിലെ കുട്ടികളെയും ആ ക്ലാസ് ടീച്ചർ, ഡയറക്ടർ ടീച്ചർ അങ്ങനെയുള്ള എല്ലാവരെയും അവിടെ നിർത്തി ഇവർക്കൊരു ചെറിയ ഗിഫ്റ്റ്, പൈസ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു ചെറിയ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കും. അത് ഓരോ സ്കൂളിനും ഓരോ രീതിയാട്ടോ. അപ്പം ഇവിടുത്തെ ചടങ്ങ് ഇങ്ങനെയാണ് മാത്രം. അപ്പം അതിൻ്റെ പുറകിൽ തന്നെ വലിയൊരു പാർക്കാണ്. അപ്പോൾ പാർക്ക് കണ്ടോടുകൂടി സായയൊക്കെ അവിടെ കളിക്കാൻ പോയി. അപ്പോൾ എല്ലാവരും പേരൻസും അവരുടെ പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം അവിടെ കളിക്കുമായിരുന്നു ഈ പരിപാടി നടക്കുമ്പം. ഇതിങ്ങനെ ഓരോ സ്കൂളുകാർ വന്ന് മാറി മാറി സ്റ്റേജിൽ കയറും. നമ്മൾ വന്നപ്പോൾ ഒരു പൊടിക്ക് ലേറ്റ് ആയിട്ട് അപ്പം പൊന്നെ ഓടി കയറുമായിരുന്നു സ്റ്റേജിൽ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ പൊന്നിൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. ഈ ഒരു ഇപ്പം ഞാൻ കാണിക്കുന്ന പൊന്നിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പം അവരും കുറച്ച് നേരമൊക്കെ പാർക്കിൽ കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. അതായത് ആ പാർക്ക് ആംബിയൻസും ഒക്കെ അടിപൊളിയായിരുന്നേ. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പം ചെറിയൊരു ഫംഗ്ഷൻ പോലെ അവർക്ക് അവിടെ വൈനും ബീറും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാൻവി കുറച്ച് വഴക്കൊക്കെ തുടങ്ങിയോണ്ട് തന്നെ അവർക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയേക്കാന്ന് വിചാരിച്ചേ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് പൊന്നിൻ്റെ മേഡം. അവനെ 5ലും 6ലും പഠിപ്പിച്ചത് ഈ മേഡം ആട്ടോ. സുന്ദരിയാണ്, നന്നായിട്ട് പഠിപ്പിക്കും, നല്ലൊരു കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മേഡമായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ വേറെ പരിപാടിക്കൊന്നും നിന്നില്ല. അപ്പം നമ്മൾ ഓർത്തു എന്താണ് പാസ്സായതല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷത്തിനായിട്ട് നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോവാം എന്നോർത്ത് നിവൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റിലാട്ടോ പോയത്. ഇതിനകത്ത് മൊത്തം, ഇതിനു മുന്നേ ഞങ്ങൾ ഒരാഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് മൊത്തം സാരി കൊണ്ടാട്ടോ ഡെക്കറേറ്റ് ചെയ്താക്കുന്നത്. ഒരു ഇന്ത്യൻ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വാൾപേപ്പറായിട്ടും ഫോട്ടോസായിട്ടും ഡെക്കറേഷനും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് സാരി കൊണ്ടുള്ള ഡെക്കറേഷനാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ ബൈ.